ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇതുപോലെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൂട്ടുക. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മൊബൈൽ എടുക്കുന്നു. മിക്ക മനുഷ്യരും മൊബൈലിൽ തന്നെയാണ് ഫുൾ ടൈം. റിക്രിയേഷൻ, ഇപ്പോഴത്തെ റിക്രിയേഷനും ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും മൊബൈലിലാണ്. എല്ലാ കാര്യങ്ങളും, ഈവൻ ഇപ്പം ഭക്ഷണം തന്നെ മൊബൈലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാമെന്നുള്ളൊരു രീതിയാണ് എല്ലാ മനുഷ്യർക്കും. ഫുൾ ടൈം മൊബൈലിലാണ്. ഒരു മിനിറ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ആപ്സാണ് യൂസ് ചെയ്യുന്നതിനൊക്കെ. ഇപ്പം യൂട്യൂബ് ഇങ്ങനെ അതിനകത്ത് ഓരോ വീഡിയോസ് കാണുക. പിന്നെ അതിന് അഡിക്റ്റഡ് ആയിട്ട് മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഓരോ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, റീൽസ് ഉണ്ടാക്കുക. ഇത് അഡിക്റ്റഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ സൈറ്റ്സ്, ഇപ്പം ഫ്ലിപ്കാർട്ട്, ആമസോണ്, സ്വിഗ്ഗി, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. വൺസ് നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അഡിക്റ്റഡ് ആകും. അഡിക്റ്റഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തു, അല്ല നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഓർഡർ ചെയ്യണത്. അതാണ് എൻ്റെ പോയിൻറ്റ്. നമ്മൾ അതിനകത്ത് അഡിക്റ്റഡ് ആകുക. യൂട്യൂബിനകത്ത് ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുന്ന പോലെ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു സാധനം കണ്ടു, അത് ഓർഡർ ചെയ്യുന്നു. ബിക്കോസ് ആ ഒരു ആപ്പിനകത്ത് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ ആപ്പുമായിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോണ്, മീഷോ, ഇങ്ങനെ അജിയോ, ഇതുപോലെ ഒരുപാട് ആപ്സ് ഉണ്ട്, ഓൺലൈൻ ആപ്സ്. ആ ആപ്സിനകത്തൊക്കെ അതൊക്കെ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ഇതുപോലത്തെ ഈ ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഫ്ലിപ്കാർട്ട്, ആമസോണ്, മീഷോ, ഇതുപോലത്തെ ആപ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അതുമായിട്ട് അഡിക്റ്റഡ് ആകുന്നത്. എന്താ ചെയ്യാൻ പറ്റുന്നത്? ചുമ്മാ ആ ആപ്പ് എടുത്തിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ 200 രൂപ, 300 രൂപ, 400 രൂപ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല, പോട്ട് എന്ന് ഓർക്കും. പക്ഷേ അതിനകത്ത് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും 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 അത് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം പൈസ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പേർച്ചേസിൽ കൂടെ ഒരുപാട് കാശ് നഷ്ടമായ ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ആപ്സ് യൂസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമെങ്കിലും ഒക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുക. ഇപ്പം സ്വിഗ്ഗി ആണെങ്കിൽ തന്നെ ഓൺലൈനായിട്ട് ഇടയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഇപ്പോൾ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യും. യൂട്യൂബിൽ നിന്ന് പൈസ പോകില്ല, നമുക്ക് വീഡിയോസ് നമ്മൾ കാണുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമ്മൾ പൈസ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു റീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തിടുക, അതിനകത്ത് വിഷയമില്ല. പക്ഷേ നമ്മൾ ഈ ഓൺലൈൻ പേർച്ചേസ് ആയിട്ടുള്ള സൈറ്റ്സ് ഇല്ലേ, ഡ്രസ്സ്, വാച്ച്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ്, ഇങ്ങനെ പല സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ. സ്ത്രീകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ക്യാഷ് മുടക്കുന്ന ഈ ഡ്രസ്സ്, അതുപോലെ ബ്യൂട്ടി ഐറ്റംസ്, ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും. ബട്ട് ആ ആപ്പുമായിട്ട് നമ്മൾ ഒരു അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടും. ക്യാഷ് പോകണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആപ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ.